നിയമസഭാ തെരഞ്ഞെടുപ്പിന് വട്ടം കൂട്ടിക്കൊണ്ടിരിക്കുന്ന കേരള സംസ്ഥാനത്ത് മൺസൂണിന് മുന്നേ പെരുമഴയ്ക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ്. വികസന അത്ഭുതങ്ങളുടെ മഴയാണ് കോരിച്ചൊരിയുന്നത്. ഭരണ നേട്ടങ്ങളുടെയും പുതിയ പദ്ധതികളുടെയും ലുത്തിനിയ പാടി പത്രങ്ങളും തെരുവോരങ്ങളും ഭരണ നേതൃത്വത്തെ ആവോളം പുകഴ്ത്തുന്നുണ്ട്. കേരളം പുതിയ തെരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോൾ ഇതൊക്കെ ഗുണം ചെയ്യുമോ? സത്യസന്ധത മുഖമുദ്രയാക്കുന്ന വ്യക്തികൾക്കും പ്രസ്ഥാനങ്ങൾക്കും വോട്ട് ചെയ്യാൻ സാമാന്യ ജനത്തിന് ധൈര്യമുണ്ടാകുമോ? അതോ അവർ പ്രലോഭനങ്ങളിൽ വശീകരിക്കപ്പെട്ടു പോകുമോ? തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ നമ്മെ ഗ്രസിക്കുന്ന മറ്റൊരു ഭയം കൂടിയുണ്ട്. ഭരണത്തെ വർഗീയത വിഴുങ്ങുമോ എന്നതാണ് ആ ഭയം. ഭൂരിപക്ഷത്തിൻ്റെയും ന്യൂനപക്ഷത്തിൻ്റെയും വർഗീയത ഇവിടെ ശ്രദ്ധാർഹമാണ്. ഭരണം കൈയാളാൻ വികസന പദ്ധതികളുടെ മായക്കാഴ്ചകൾ മാത്രമല്ല, വർഗീയ ചിന്തയുടെ വിഷമുള്ളുകളും വാരി വിതറുന്നവയാണ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ പലതും. മതേതര പാർട്ടികൾ എന്നതൊക്കെ ഇരുണ്ട ഹാസ്യങ്ങളായി പരിണമിക്കുന്ന ഈ കാലത്ത് തിരഞ്ഞെടുപ്പിലേക്ക് ശ്രദ്ധയൂന്നിയുള്ള രാഷ്ട്രീയ ധാർമ്മികത വിശകലനം ചെയ്യുന്ന സത്യാന്വേഷിയുടെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. സ്വതന്ത്ര രാഷ്ട്രങ്ങളായ ഇറാഖും സിറിയയും ഒരുമിപ്പിച്ച് സുന്നികൾക്ക് വേണ്ടി മാത്രമായുള്ള വിശാല രാഷ്ട്രത്തിനു വേണ്ടിയുള്ള ശ്രമത്തിലായിരുന്നു ഇസ്ലാമിക സ്റ്റേറ്റ് ഭീകരർ. ക്രൂരമായ തങ്ങളുടെ ലക്ഷ്യം നിറവേറ്റാനായി അവർ കൊന്നൊടുക്കിയത് ലക്ഷക്കണക്കിന് മനുഷ്യരെയാണ്. ആയുധങ്ങൾ ധരിപ്പിച്ച് കുട്ടികളെ വരെ യുദ്ധത്തിനിറക്കുന്ന ക്രൂരതയ്ക്ക് ആ നാടുകൾ സാക്ഷ്യം വഹിച്ചു. തങ്ങളുടെ പ്രത്യേക വിശ്വാസം രാജ്യത്ത് പ്രാബല്യത്തിലാക്കാൻ എന്തു ക്രൂരതയും ചെയ്യാൻ അവർക്ക് മടിയില്ലായിരുന്നു. അതിനായി മറ്റു മതസ്ഥരെയെല്ലാം അരിഞ്ഞു തള്ളുകയോ അടിച്ചോടിക്കുകയോ ആണ് അവർ ചെയ്തു പോന്നിരുന്നത്. ഇത്തരത്തിൽ മറ്റു മതസ്ഥർക്ക് ജീവിക്കാൻ പോലും അവകാശം നിഷേധിക്കുന്ന കാട്ടുനീതി മതസ്വാതന്ത്ര്യത്തിന് വിരുദ്ധമാണ് എന്നത് മാത്രമല്ല, ജനാധിപത്യത്തിൻ്റെ ചൈതന്യത്തിനും തികച്ചും വിരുദ്ധമാണ്. 2021 ആകുമ്പോഴേക്കും ഭാരതത്തെ ഹിന്ദുരാഷ്ട്രമാക്കും എന്ന് പ്രഖ്യാപിച്ച RSSും ഫലത്തിൽ മറ്റെന്താണ് ലക്ഷ്യം വെക്കുന്നത്? മറ്റു മതസ്ഥർക്ക് ഈ നാട്ടിൽ സ്ഥലമുണ്ടാകില്ല എന്നല്ലേ അതിനർത്ഥം? ഭരണഘടന വിഭാവനം ചെയ്യുന്ന സാമൂഹിക സൗഹൃദത്തിൻ്റെ ഉടമ്പടിക്ക് പാടെ വിരുദ്ധമാണ് ഇത്തരം പ്രഖ്യാപനങ്ങൾ എന്ന് മാത്രമല്ല, അവ പൗരസ്വാതന്ത്ര്യത്തിലേക്കുള്ള കടന്നുകയറ്റം കൂടിയാണ്. ദേശീയതയ്ക്ക് പകരം ഹിന്ദുത്വം ഉയർത്തിപ്പിടിക്കുന്ന മത തീവ്രവാദികൾ ഈ നാട് ഭരിച്ചാൽ രാജ്യത്തിൻ്റെ സ്ഥിതി എന്താകും? അനേകം മതങ്ങളുടെയും ഭാഷകളുടെയും വംശങ്ങളുടെയും സംഘാത ദേശമായ വൈവിധ്യത്തിൻ്റെ ഈ ഹരിതഭൂമിയിൽ നിഷ്കളങ്ക രക്തം വീഴാൻ അതിടയാക്കും. അതുമാത്രവുമല്ല, ആഗോളീകരിക്കപ്പെട്ട ഇന്നത്തെ ലോകത്തിൽ, കുടിയേറ്റക്കാരുടെയും അഭയാർത്ഥികളുടെയും ലോകത്തിൽ ഒരു രാഷ്ട്രത്തിൻ്റെ അടിസ്ഥാനം ഒരു മതമായിരിക്കണം എന്ന് വാദിച്ചാൽ അതെത്രയോ ബാലിശമായിട്ടാണ് പരിഗണിക്കപ്പെടുക. ഫലപ്രദമായി പ്രതിരോധിക്കുന്നില്ല എങ്കിൽ ഓരോ തിരഞ്ഞെടുപ്പും ഈ രാജ്യത്തെ നയിക്കുന്നത് രാഷ്ട്രീയ അധികാരം മുൻനിർത്തി മതവും രാഷ്ട്രവും തമ്മിലുണ്ടാക്കുന്ന അവിശുദ്ധ കൂട്ടുകെട്ടുകളുടെ ദുരിത ഫലങ്ങളിലേക്കായിരിക്കും. പത്തൊൻപതാം നൂറ്റാണ്ടിൽ സ്വാമി വിവേകാനന്ദൻ ചിക്കാഗോയിലെ ലോക മതസമ്മേളനത്തിൽ നടത്തിയ പ്രസംഗം വിശ്വപ്രസിദ്ധമാണ്. അദ്ദേഹം പറഞ്ഞു, സഹിഷ്ണുതയും സാർവലൗകികതയും ലോകത്തിനുപദേശിച്ച മതത്തിൻ്റെ അനുയായി എന്നതിൽ ഞാൻ അഭിമാനിക്കുന്നു. ഞങ്ങൾ സാർവലൗകികതയിൽ വിശ്വസിക്കുക മാത്രമല്ല, സർവമതങ്ങളും സത്യമെന്ന് അംഗീകരിക്കുകയും ചെയ്യുന്നു. വിശാലമനസ്കനും ദേശസ്നേഹിയുമായിരുന്ന അദ്ദേഹത്തിൻ്റെ ഉന്നത ആദർശം ഭാരതത്തിൽ ഇന്നെവിടെയാണ്? അത് മതരാഷ്ട്രീയവാദത്തിൻ്റെ നീരാളിപ്പിടുത്തത്തിൽ അമർന്നിരിക്കുകയല്ലേ? തീവ്ര ഹിന്ദുത്വത്തിൻ്റെ ആശയാവലികൾ അടിച്ചേൽപ്പിക്കാനുള്ള കഠിന ശ്രമത്തിലാണ് കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയും അവരുടെ പോഷക സംഘടനകളും. ആഗോളമായി ചിന്തിച്ചാൽ
മതരാഷ്ട്രീയവാദം തീവ്രമായി ഉന്നയിക്കുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ ഭാരതവും ഇടം പിടിച്ചിരിക്കുന്നു എന്ന് പറയാം. മതേതര ഭൗതികവാദവും മാർക്സിസ്റ്റ് പ്രത്യയശാസ്ത്രവും അടിച്ചേൽപ്പിക്കുന്ന രാജ്യങ്ങളും നിലവിലുണ്ട് എന്നതും സത്യമാണ്. മുസ്ലിങ്ങൾക്ക് പാകിസ്ഥാൻ, ക്രിസ്ത്യാനികൾക്ക് ഖബർസ്ഥാൻ എന്ന മുദ്രാവാക്യം വടക്കേ ഇന്ത്യയിൽ മുഴങ്ങിയിട്ടും ഏറെ നാളുകളായിട്ടില്ല. തീവ്ര ഹിന്ദുത്വ വർഗീയത മുഖമുദ്രയാക്കിയവർക്ക് മാത്രമേ ഇത്തരമൊരു നിലപാട് വിളിച്ചു പറയാൻ ധൈര്യമുണ്ടാവുകയുള്ളൂ. പശുവിറച്ചി കഴിച്ചതിൻ്റെ പേരിൽ ജനക്കൂട്ടം ഒരു മനുഷ്യനെ തല്ലിക്കൊന്ന ദാദ്രി സംഭവം ഈ പറഞ്ഞ കിരാതത്വത്തിൻ്റെ ഉത്തമ ഉദാഹരണമാണ്. മഹാരാഷ്ട്രയിൽ മാംസം കൊണ്ടുപോയവരുടെ വാൻ കത്തിച്ചതും ചത്ത പശുവിൻ്റെ തോലുരിഞ്ഞതിൻ്റെ പേരിൽ 20ഓളം കടകൾക്ക് തീയിട്ടതുമെല്ലാം വിവേകാനന്ദൻ്റെ സ്വപ്നത്തിൽ നിന്ന് നാം എത്രയോ അകലെയായി പോയിരിക്കുന്നു എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. അധികാരത്തിനു വേണ്ടി രാഷ്ട്രീയവും രാഷ്ട്രസേവകരും അധപ്പതിക്കുന്ന ഈ കാലത്ത് രാഷ്ട്രീയ ധാർമ്മികതയ്ക്ക് തന്നെ എന്തു പ്രസക്തിയാണ് ഉള്ളത്? രാഷ്ട്രവും രാഷ്ട്രീയ അധികാരവും മനുഷ്യന് ആവശ്യമാണ്. അതിൻ്റെ ലക്ഷ്യം മനുഷ്യൻ്റെ നന്മയും ക്ഷേമവുമാണ്. രാജ്യത്തിൻ്റെ ഭരണഘടനയ്ക്ക് അനുസൃതമായിട്ടാണ് രാഷ്ട്രീയ അധികാരം വിനിയോഗിക്കേണ്ടത്. അത് ഉറപ്പുവരുത്തുക എന്നത് നീതിന്യായ കോടതികളുടെ ധർമ്മമാണ്. വീഴ്ച വരുത്താത്ത നിഷ്പക്ഷതയും മങ്ങലേൽക്കാത്ത സുതാര്യതയും നിയമനിർമ്മാണത്തിലും ഭരണത്തിലും നീതി നിർവഹണത്തിലും പാലിക്കപ്പെടണം. ഒരു പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക്കായ ഇന്ത്യയുടെ ഏതൊരു പൗരനും ഇവയൊക്കെ ലഭിക്കുവാനുള്ള അവകാശമുണ്ട്. ജനാധിപത്യ ഭരണക്രമത്തിൽ അധികാരം നിക്ഷിപ്തമായിരിക്കുന്നത് ജനങ്ങളിലാണ്. അത് ശരിയായ രീതിയിൽ വിനിയോഗിക്കുന്നതിനുള്ള പ്രായോഗിക സംവിധാനമാണ് തെരഞ്ഞെടുപ്പും നിയമസഭയും പാർലമെൻറ്റും മന്ത്രിസഭയുമൊക്കെ. അതിന് കോട്ടം വരാതിരിക്കാനും വന്നാൽ പരിഹരിക്കാനും ജാഗ്രതയോടെ പ്രവർത്തിക്കുന്ന പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതി വരെ എത്തി നിൽക്കുന്ന പ്രശംസനീയമായ ഒരു നീതിന്യായ വ്യവസ്ഥിതി തന്നെ നമുക്കുണ്ട്. രാഷ്ട്രീയം ധാർമ്മികതയുടെ അതിരുകൾ ലംഘിക്കുമ്പോൾ ഇടപെടലുകൾ ഉണ്ടാകേണ്ടത് ഇത്തരം നിയമവ്യവസ്ഥകളിൽ നിന്ന് തന്നെയാണ്. കാലാകാലങ്ങളിൽ രാജ്യത്ത് ഭരണത്തിൻ്റെ അധികാര സ്ഥാനങ്ങൾ കരസ്ഥമാക്കുന്നതിന് വിവിധ രാഷ്ട്രീയ പാർട്ടികൾ മത്സരിക്കുകയും നിയമാനുസൃതം തെരഞ്ഞെടുക്കപ്പെടുന്നവർ ഭരണം കൈയാളുകയും ചെയ്യുന്നു. അവർ ജനസേവകരാണ്. ഭരണഘടനയ്ക്ക് അനുസൃതമായി ജനങ്ങളുടെ നന്മയും ക്ഷേമവും ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള നിസ്വാർത്ഥ പ്രവർത്തനങ്ങളാണ് ജനസേവനം. ഒരുപക്ഷെ അതിലേർപ്പെടുന്നവരുടെ വാക്കുകളിൽ പറഞ്ഞാൽ രാഷ്ട്രീയ പ്രവർത്തനം. അതിനായി ഓരോ പാർട്ടിക്കും തങ്ങളുടേതായ ആദർശങ്ങളും സമീപനങ്ങളും പദ്ധതികളും ഉണ്ടാകും. അതവർ വ്യക്തമായി ജനങ്ങളെ അറിയിക്കണം. അത് വിലയിരുത്തിയാണ് അനുകൂലിച്ചോ പ്രതികൂലിച്ചോ ഓരോ പൗരനും തൻ്റെ വോട്ടവകാശം വിനിയോഗിക്കേണ്ടത്. ഈ പറയുന്ന പ്രക്രിയയ്ക്ക് ഒരു ധാർമ്മിക വശം കൂടിയുണ്ട്. നിസ്വാർത്ഥമായ ജനസേവനമാണ് രാഷ്ട്രീയ അധികാരത്തിൻ്റെ ലക്ഷ്യമെങ്കിൽ ഓരോ രാഷ്ട്രീയ പാർട്ടിയും അതെങ്ങനെ നിർവഹിക്കുമെന്ന് വ്യക്തമായി അവതരിപ്പിച്ച് ജനങ്ങളെ ബോധ്യപ്പെടുത്തണം. തങ്ങളുടെ ഭരണകാലയളവിൽ അതെത്രമാത്രം പ്രാവർത്തികമാക്കിയെന്ന് വിലയിരുത്താനുള്ള അവകാശവും ജനങ്ങൾക്ക് നൽകണം. അധികാര ലബ്ധിക്ക് ശേഷവും തങ്ങളുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയും സ്വന്തം ലാഭനഷ്ടങ്ങൾ നോക്കാതെ അത് നടപ്പിലാക്കാൻ ആത്മാർത്ഥമായി അവർ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയും വേണം. ഭരണാധികാരികൾ ചില ജനവിഭാഗങ്ങളെയോ തങ്ങൾക്ക് വോട്ട് ചെയ്തവരെയോ മാത്രം പ്രീണിപ്പിച്ച് അധികാരം ഭദ്രമാക്കാൻ ശ്രമിക്കുന്നവർ ആകരുത്. സ്വന്തം പാർട്ടിയെ വളർത്താനുള്ള അവസരമായിട്ടല്ല അവർ അവരുടെ ഭരണാധികാരം വിനിയോഗിക്കേണ്ടത്. സൽഭരണമാണ് എങ്കിൽ ജനങ്ങൾ പിന്തുണയ്ക്കുകയും പാർട്ടി സ്വാഭാവികമായും ശക്തിപ്പെടുകയും ചെയ്യും. ഭരണപക്ഷത്തായാലും പ്രതിപക്ഷത്തായാലും ആഭ്യന്തര ഭിന്നതകളും ചേരിപ്പോരും ഗ്രൂപ്പ് വഴക്കുകളും സൽഭരണം അസാധ്യമാക്കുകയും ഭരണത്തിൻ്റെ കാര്യക്ഷമത ഇല്ലാതാക്കുകയും ചെയ്യും. ഇവയുടെയൊക്കെ പിന്നിൽ അധികാരമോഹവും സ്വാർത്ഥ താല്പര്യങ്ങളുമായിരിക്കും. ജനങ്ങളുടെ നന്മയല്ല
ഇവരൊന്നും തന്നെ ലക്ഷ്യം വെക്കുന്നത്. ജനക്ഷേമം ലക്ഷ്യം വെച്ച് നീതിപൂർവം നിഷ്പക്ഷതയോടെ അധികാരം വിനിയോഗിക്കുന്ന ഭരണകക്ഷിയും ഭരണത്തെ വസ്തുനിഷ്ഠമായി വിലയിരുത്തി ജാഗ്രതയോടെ പ്രതികരിക്കുന്ന ശക്തമായ ഒരു പ്രതിപക്ഷവുമാണ് ഒരു നാട്ടിൽ സൽഭരണം നടന്നു നീങ്ങുന്നതിന് ആവശ്യമായിട്ടുള്ളത്. വോട്ടവകാശമുള്ള പൗരന്മാർക്കും ധാർമ്മികമായ ഒരു ഉത്തരവാദിത്വമുണ്ട്. ഭരണഘടനയോട് വിശ്വസ്തത പുലർത്തുകയും രാജ്യത്തെ സ്നേഹിക്കുകയും നിഷ്പക്ഷമായ ജനസേവനം ലക്ഷ്യം വെക്കുകയും ചെയ്യുന്ന ഉത്തമരും കഴിവുള്ളവരുമായവർക്ക് വേണ്ടി തങ്ങളുടെ വോട്ടവകാശം വിനിയോഗിക്കാനുള്ള അവകാശമാണത്. മറിച്ച് അധികാര സ്ഥാനങ്ങളിലെത്തുന്നവരെ എങ്ങനെയെങ്കിലും വശീകരിച്ചും സ്വാധീനിച്ചും സ്വന്തം കാര്യം നേടിയെടുക്കാൻ ആഗ്രഹിച്ച് തങ്ങളുടെ വരുതിയിൽ നിൽക്കുമെന്ന് കരുതുന്നവർക്ക് വേണ്ടി വോട്ട് ചെയ്യുന്നത് വോട്ടവകാശത്തിൻ്റെ ദുരുപയോഗമാണ്. നീതിബോധവും ധർമ്മനിഷ്ഠയുമുള്ള പൗരന്മാർക്ക് മാത്രമേ ഉത്തമരായ നേതാക്കന്മാരെ തിരഞ്ഞെടുക്കാൻ ജാഗ്രതയോടും നിശ്ചയദാർഢ്യത്തോടും നിഷ്പക്ഷതയോടും കൂടി പ്രവർത്തിക്കാൻ കഴിയുകയുള്ളൂ. അങ്ങനെ ഒരു പൗരസമൂഹത്തിന് ധർമ്മനിഷ്ഠയുള്ള ഒരു രാഷ്ട്രത്തെ നിർമ്മിക്കാനും കഴിയുകയുള്ളൂ. ഭീഷണിപ്പെടുത്തിയും ഭയപ്പെടുത്തിയും വോട്ട് ചെയ്യിക്കുകയോ ചെയ്യിക്കാതിരിക്കുകയോ ചെയ്യുന്നതാണ് തിരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ചിലയിടത്തെങ്കിലും നടക്കുന്ന ഒരധാർമികത. സ്വതന്ത്ര ഭാരതത്തിലെ ഒരു പൗരൻ സ്വതന്ത്രമായി മനസാക്ഷി അനുസരിച്ച് വോട്ടവകാശം വിനിയോഗിക്കാൻ സാധിക്കാത്ത ഇത്തരം ദുരവസ്ഥ പലർക്കും പലയിടത്തും നേരിടേണ്ടി വരുന്നുണ്ട്. കള്ളവോട്ട് ചെയ്യുന്നതും വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് നിയമവിരുദ്ധമായി പേരുകൾ നീക്കം ചെയ്യുന്നതുമാണ് സത്യത്തിനും നീതിക്കും നിരക്കാത്ത മറ്റൊരു കാര്യം. തെരഞ്ഞെടുപ്പിലെ മറ്റൊരു ദുരവസ്ഥ എതിർകക്ഷികളെ ഭീഷണിപ്പെടുത്തിയും ആക്രമിച്ചും ബൂത്തുകൾ കൈയടക്കിയും ബാലറ്റ് പെട്ടികൾ കരസ്ഥമാക്കിയും മൗലികമായ പൗരസ്വാതന്ത്ര്യവും അവകാശവും നിഷേധിക്കുന്ന സാഹചര്യമാണ്. ഇത് തികച്ചും അപരിഷ്കൃതവും നീതി നിഷേധവുമാണ്. രാഷ്ട്രീയത്തിലെ നിർഭാഗ്യകരമായ മറ്റൊരു കാര്യം, തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ അടുത്ത തിരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ കക്ഷി മാറുന്നതാണ്. വോട്ട് ചെയ്ത് തങ്ങളെ തിരഞ്ഞെടുത്ത ജനങ്ങളോടുള്ള അവിശ്വസ്തതയും വഞ്ചനയുമാണ് ഇത്. ജനപ്രതിനിധികൾ വ്യക്തമായ രാഷ്ട്രീയ നിലപാടില്ലാതെ ചാഞ്ചാടുന്നവരാണ് എങ്കിൽ എന്തുറപ്പിലാണ് ജനങ്ങൾ അവർക്ക് വോട്ട് ചെയ്യുക? ഈ കക്ഷിമാറ്റം വോട്ട് ചെയ്ത് ജയിപ്പിച്ചവരെ പരിഹസിക്കലും അവരോട് കാണിക്കുന്ന ക്രൂരമായ അവഗണനയും കൂടിയാണ്. വൻ വാഗ്ദാനങ്ങൾ നൽകി ജനപ്രതിനിധികളെ വശീകരിച്ച് സ്വന്തം ചേരിയിലാക്കുന്നതും തട്ടിക്കൊണ്ടുപോയി ഒളിവിൽ പാർപ്പിക്കുന്നതും എതിർകക്ഷികൾ അപഹരിക്കാതിരിക്കാൻ അജ്ഞാത കേന്ദ്രങ്ങളിൽ ഒളിപ്പിച്ചിരുത്തുന്നതുമൊക്കെയാണ് അപഹാസ്യമായ മറ്റൊരു രാഷ്ട്രീയ പ്രതിഭാസം. ഇപ്രകാരം അന്തസ്സില്ലാത്ത രാഷ്ട്രീയ കുതന്ത്രങ്ങളിൽ വീണുപോകാൻ മാത്രമുള്ള വ്യക്തിത്വവും വിശ്വാസ്യതയുമുള്ള ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കേണ്ടി വരുന്ന ഗതികേടിലും നിസ്സഹായ അവസ്ഥയിലുമായിരിക്കുന്നു ജനങ്ങൾ. സ്വകാര്യ നേട്ടങ്ങൾക്ക് വേണ്ടി വോട്ട് ചെയ്യുന്നവരാകരുത് സമ്മതിദായകർ. യോഗ്യരെന്ന് ബോധ്യമുള്ളവരെ ഉത്തമ മനസാക്ഷി അനുസരിച്ച് തിരഞ്ഞെടുക്കുവാൻ പൗരന്മാർക്ക് കടമയും അവകാശവുമുണ്ട്. അതുപോലെ തന്നെ ജനപ്രതിനിധികളായി ജനസേവനം ചെയ്യാൻ നിയോഗം ലഭിച്ചവർ ആ പദവിയുടെ അന്തസ്സും മഹത്വവും കാത്തുസൂക്ഷിക്കുകയും ചെയ്യേണ്ടതുണ്ട്. ലേലവസ്തു പോലെ കൈകാര്യം ചെയ്യപ്പെടുന്ന അവസ്ഥ അവർ ഏറ്റെടുക്കുന്ന ആ സ്ഥാനത്തിന് ഉണ്ടാകരുത് എന്നർത്ഥം. ഭൂരിപക്ഷ വർഗീയതയുടെ ചിത്രം ദേശീയ തലത്തിൽ സുവ്യക്തമാകുന്നത് പോലെ തന്നെ കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് അടുത്തുകൊണ്ടിരിക്കുമ്പോൾ കേരളത്തിലും മറ്റൊരു തരം വർഗീയതയുടെ അനുരണനങ്ങൾ പ്രകടമായി തുടങ്ങിയിട്ടുണ്ട്. മുന്നണി ഏതായാലും മതം പറഞ്ഞ് സീറ്റുകൾ വാങ്ങാൻ ശേഷിയുള്ളവർ അതേ മതവർഗീയത ഊട്ടിയുറപ്പിക്കുന്നതിനും മതബോധത്തെ പടുത്തുയർത്തുന്നതിനും അധികാരം ഉപയോഗപ്പെടുത്തും എന്നത് തീർച്ചയാണ്. മാറി മാറി വന്ന മുന്നണി ഭരണങ്ങൾ അത്തരം പ്രഹസനങ്ങൾക്ക് ധാരാളം ഉദാഹരണങ്ങൾ അവശേഷിപ്പിച്ചിട്ടുമുണ്ട്. ഇത്തരം വർഗീയ കോമരങ്ങളുടെ രാഷ്ട്രീയ തെരുവു നാടകങ്ങളാണ് നിഷ്പക്ഷമായ
പൊതുസമൂഹത്തിലും പൊതുവെ നിരുപദ്രവകാരികളായ ക്രൈസ്തവ സമൂഹത്തിലും വിഭജിത ചിന്തയുടെ വിത്തുകൾ പാകുന്നത്. കക്ഷിരാഷ്ട്രീയത്തെക്കാൾ വർഗീയ പ്രീണനത്തിന് മുൻതൂക്കം ലഭിക്കുന്ന വർത്തമാനകാല സാഹചര്യത്തിൽ വോട്ടുകളെല്ലാം അത്തരമൊരു സങ്കുചിതത്വത്തിന്റെ പ്രകാശനമായി പരിണമിക്കുക തന്നെ ചെയ്യും. വൈവിധ്യങ്ങൾ ഭാരതത്തിൻ്റെ സമ്പത്താണ്. ആശയങ്ങളിലെയും പ്രത്യയശാസ്ത്രങ്ങളിലെയും ബഹുസ്വരത യഥാർത്ഥത്തിൽ രാഷ്ട്രീയമായ ഒരു നിധി തന്നെയാണ്. അതേസമയം ഒരു രാജ്യത്തുള്ളവരെല്ലാം ഒരേ ഭക്ഷണം കഴിക്കണം, ഒരേ രീതിയിൽ വസ്ത്രം ധരിക്കണം, ഒരേ ഭാഷ സംസാരിക്കണം എന്നെല്ലാം നിഷ്കർഷിക്കുന്നത് സ്വേച്ഛാധിപത്യത്തിൻ്റെ കൊടിയടയാളമാണ്. വർഗീയവാദികൾ സമഗ്രാധിപത്യത്തിൻ്റെ വക്താക്കളാണ് എന്നുകൂടി അവിടെ നമ്മൾ തിരിച്ചറിയുന്നുണ്ട്. രാഷ്ട്രീയ അധികാരത്തിന് വേണ്ടിയുള്ള വടംവലി മുറുകുന്നിടത്ത് വർഗീയതയുടെ വിത്ത് വിതച്ച് അധികാരം കൊയ്യാൻ ഇനിയും കാബാലികർ പറന്നിറങ്ങും. അവർ വിതയ്ക്കുന്ന വിഷബീജം വളരാൻ അനുവദിക്കാത്തിടത്താണ് നമ്മുടെ നാടിൻ്റെ സാംസ്കാരിക വളർച്ച പ്രകടമാകേണ്ടത്, നമ്മുടെ രാഷ്ട്രീയ സമചിത്തത ഉയർന്നു നിൽക്കേണ്ടത്. സത്യാന്വേഷിയുടെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. തമസ്കരിക്കപ്പെടുകയും വളച്ചൊടിക്കപ്പെടുകയും ചെയ്യുന്ന സത്യങ്ങളും നിഷേധിക്കപ്പെടുന്ന നീതിക്ക് പിന്നിലെ ഗൂഢാലോചനകളും സത്യസഭയുടെ മായം ചേർക്കാത്ത പ്രബോധനങ്ങളും സത്യത്തോട് മാത്രം കൂറുപുലർത്തുന്ന നിലപാടുകളുമായി സത്യാന്വേഷി വീണ്ടും അടുത്തയാഴ്ച. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കാണുന്ന ഇമെയിലിൽ ഞങ്ങൾക്കെഴുതൂ. സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കട്ടെ.